അപ്പോൾ നമുക്ക് ഇതേപോലെ വൈപ്പറും 2 സോക്സും ഉണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട് ക്ലീൻ ആക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ എന്നും തുടച്ച് തൂക്കണമെന്നില്ലല്ലോ. അപ്പോൾ വയ്യാത്ത ദിവസങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ വൈപ്പർ ഉണ്ടെങ്കിൽ ഇതേപോലെ പഴയ 2 സോക്സ് എടുക്കുക, 2 വശത്തായിട്ട് ഇതേപോലെ ഒന്ന് കയറ്റിയിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയോ അതല്ലെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള സോക്സ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതേപോലെ ഒന്ന് ചുരുട്ടി 2 ഭാഗവും ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടും ഊരി പോകാതിരിക്കണമെങ്കിൽ നമുക്ക് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തുടച്ചണക്ക് തന്നെ വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കാം. ഞാനിപ്പം ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും അത് ഊരിപ്പോകാതെ തന്നെ എവിടെ വേണമെങ്കിലും നമുക്ക് മാറാല അടിക്കാനോ നമ്മുടെ AC-യുടെ മുകൾ ഭാഗമൊക്കെ നമുക്ക് തുടച്ചെടുക്കാനോ അതല്ലെങ്കിൽ നമ്മുടെ സ്ലാബിൻ്റെ മുകളിൽ ഫ്രിഡ്ജിൻ്റെ അടി, അതേപോലെ ഡൈനിങ് ടേബിളിൻ്റെ അടി, കട്ടിൻ്റെ അടിയിൽ, സോഫ സെറ്റിൻ്റെ അടിയിലൊക്കെ തുടച്ചെടുക്കാം. നമുക്ക് കുനിഞ്ഞ് കിടക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ വൈപ്പറിനകത്ത് ഇതേപോലെ 2 സോക്സ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് നല്ലൊരു സൊല്യൂഷൻ റെഡിയാക്കണമെങ്കിൽ നമുക്കതിനകത്ത് വെള്ളം മുക്കിയിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാനതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് സുഖമായിട്ട് ഇതേപോലെ തൂത്ത് തുടച്ചെടുക്കാം. അപ്പോൾ ആ മുകൾ ഭാഗത്ത് AC-ൻ്റെ മുകൾ ഭാഗം എല്ലാം കണ്ടോ പൊടി കയറിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കുക. അപ്പോൾ നമുക്ക് മുകളിൽ കയറി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, താഴെ നിന്നുകൊണ്ട് തന്നെ ചെയ്യാം നമുക്ക്. അതേപോലെ തന്നെ നമുക്ക് സ്ലാബിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ തൂത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും വയ്യാത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് തറയൊക്കെ തുടയ്ക്കണമെങ്കിൽ ഇത് വെച്ച് തന്നെ നമുക്ക് തൂത്തെടുക്കാം. ഇതുകൊണ്ടോ മുകളിലത്തെ സ്ലാബെല്ലാം ഇതേപോലെ തന്നെ തുടച്ചെടുക്കാം. അലമാരയുടെ മുകളിൽ നല്ല രീതിയിൽ പൊടി പോയി കിട്ടും, കാരണം നമ്മൾ തുടച്ച അതേ രീതിയിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ കൈ കൊടുത്താലും അവർ ഇതേപോലെ ചെയ്തോളും. നമുക്ക് തുടച്ച അതേപോലെ തന്നെ നമുക്ക് ആ മണ്ണും പൊടിയും മുടിയും എല്ലാം അതിനകത്തോട്ട് കിട്ടിക്കോളും. ഇതേപോലെ കണ്ടോ ആക്കി കൊടുത്താൽ മതി. കട്ടിനടിയിലൊക്കെ നമുക്ക് നല്ല തുടച്ച കണക്ക് തന്നെ തൂത്ത് കിട്ടും. വയ്യാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ വീട് മൊത്തത്തിൽ നമുക്ക് ഇങ്ങനെ തന്നെ ക്ലീൻ ആക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിപ്പോൾ ഞാൻ കട്ടിൻ്റെ അടിയിലൊക്കെ കണ്ടോ ഇതേപോലെ ആക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനകത്തുള്ള പൊടി അഴുക്കും എല്ലാം ആ സോക്സിനകത്തോട്ട് കയറി പിടിച്ചോളും. അതേപോലെ ഇതേപോലെ തൂത്തെടുക്കാം. ചവറുവാരിയിൽ നമുക്ക് തൂത്തെടുക്കാവുന്നതാണ്. അപ്പം എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്സാണിത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അതേപോലെ ഇനി ഞാൻ ഇതിനകത്ത് വേറെയും ടിപ്സുകൾ കാണിക്കുന്നുണ്ട്. അതും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ എന്താണ്ട് പൊടിയും അതേപോലെ തന്നെ മുടി എല്ലാം എന്താണ്ട് ഇതേപോലെ തൂത്തെടുക്കുമ്പോഴത്തേനും നമുക്ക് കാണാനായിട്ട് പറ്റും. സൂക്ഷിച്ച് നോക്കിയാൽ കാണാനായിട്ട് പറ്റും കേട്ടോ. കണ്ടോ നല്ല പൊടിയും മണ്ണ് ഉറുമ്പ് എല്ലാം ഇങ്ങനെ വന്നോളും കണ്ടോ. അപ്പോൾ നമുക്ക് തൂത്ത സ്ഥലത്ത് തുടച്ച് അതേപോലെ തന്നെ കിടന്നോളും. അപ്പോൾ വയ്യാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഇതേപോലെ തൊണ്ട ഷോക്കേഴ്സിൻ്റെ മുകളിലൊക്കെ ഇതേപോലെ തൊണ്ട തൂത്തെടുക്കാനൊക്കെ സുഖമാണ്. അതേപോലെ ഫാനിൻ്റെ ലീഫ് ഒക്കെ തുടച്ചെടുക്കാനായിട്ട് നമ്മൾ കൈവച്ച് തുടയ്ക്കുന്ന അതേപോലെ തന്നെ നമുക്ക് ഈ താഴെ നിന്നുകൊണ്ട് തന്നെ സോക്സ് വെച്ച് ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാനായിട്ട് പറ്റും ഫാനിൻ്റെ ലീഫൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ സോഫ സെറ്റിയുടെ അടി